മലയാറ്റൂർ പള്ളിയിലെ മല കയറാനുള്ള ലാസ്റ്റ് ദിവസമാണ്. കഴിഞ്ഞ തവണ നക്ഷത്ര തടാകം കാണാൻ പോയപ്പോൾ വിചാരിച്ചതായിരുന്നു ഒരു തവണയെങ്കിലും ഈ മല ഒന്ന് കയറണം. ഇപ്പതേ ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരു കൂടും മെഴുകുതിരിയും മേടിച്ച് മുത്തപ്പന്റെ മനസ്സിൽ ധ്യാനിച്ച് മല കയറി. ഇങ്ങനത്തെ 14 സ്ഥലങ്ങളിൽ മെഴുകുതിരി കത്തിച്ച് വേണം നമുക്ക് മുകളിൽ. ഫസ്റ്റ് എനർജി മേലെ എത്തിയപ്പോ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്റെ ഉള്ളിൽ ഇനി എങ്ങനെ ഈ മല തിരിച്ചിറങ്ങും മുത്തപ്പ എന്നായിരുന്നു. മുകളിലെത്തി മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ച് കുറച്ചു നേരം കുർബാന കൂടിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു നേർച്ച കഞ്ഞിയും കുടിച്ചു. അവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ നല്ല രസമായിരുന്നു. കുറച്ച് ഡേഞ്ചർ ആണ്. കാല് തെറ്റി താഴെ വീണ് കഴിഞ്ഞാൽ ഒരു കുടി പോലും കിട്ടും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മല കയറി കഴിഞ്ഞാൽ അതെല്ലാം നടക്കുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയും. ഇത് ഇവിടുത്തെ പൊന്നിൻ കുരിശാണ്. ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്. അവർക്കൊരു കുഞ്ഞാഗ്രഹം എന്റെ വീഡിയോസിൽ അവരൊക്കെ ഒന്ന് ഉൾപ്പെടുന്നത്. ഇത് വിശുദ്ധ തോമസ് ലീഹയുടെ കാൽപാദവും കാൽമുട്ടും പതിഞ്ഞ സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങി. ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണ് ഈ മല കയറുന്നതിനേക്കാൾ പാടാണ് ഇറങ്ങുന്നത്. അവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി ഒന്ന് ആസ്വദിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ അത്ര പാട് തോന്നില്ല. ഈ മല കയറുന്നതിനിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായികൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡിന്റെ സൗകര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആണ്. ഈ മല കയറണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും പ്രതീക്ഷയില്ല. മൊത്തം പാറകളാണ്. എന്നാലും എല്ലാം നല്ലതിനാവട്ടെ. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.